ഗുഡ് ആഫ്റ്റർനൂൺ. 24 എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കോഴിക്കോട് കോടഞ്ചേരി ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഡോക്ടർ സുസ്മിതിനെയാണ് ചികിത്സയ്ക്കെത്തിയ കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചത്. അസഭ്യവർഷവും നടത്തി. പിന്നെ പോലീസ് എന്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ മൊബൈൽ അടിക്കാനാണ്. ഡോക്ടർ മൊബൈൽ പിടിക്കോ, ഡോക്ടർ മൊബൈൽ പിടിക്കോ. ഇന്നലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് OP-ന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറെ ആണെങ്കിലും എന്നെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ 3-4 വട്ടം ഉന്തി തള്ളി മാറ്റി. എൻ്റെ ഫോൺ എടുത്ത് താഴേക്ക് എറിഞ്ഞു. എൻ്റെ കോളറിന് പിടിച്ചപ്പോൾ ഞാൻ സ്വയരക്ഷാർത്ഥം പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ആ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ പോലീസിൽ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഇത്തരം സാഹചര്യങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന രീതിയിൽ പലപ്പോഴും പല നടപടികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചെത്തുന്ന വ്യക്തികൾ ചികിത്സ തേടുമ്പോൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു തീരുമാനമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ലേ? ഇവിടെ എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, തീർച്ചയായും ക്രിസ്റ്റിന ചോദിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ചില ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് വരുന്ന രോഗികളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് കുറവില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ. ഇന്നലെ രാത്രി 12 മണിയോടടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഡോക്ടർ സുസ്മിതിൻ്റെ പ്രതികരണമാണ് നമ്മൾ തൊട്ടു മുൻപ് കണ്ടത്. ഇതിൽ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ഈ മദ്യപിച്ച് അപകടത്തിൽ പരിക്കേറ്റെത്തിയതായിരുന്നു ഈ രഞ്ജു എന്ന കോടഞ്ചേരി സ്വദേശി. തുടർന്ന് ഇയാൾ ഇവിടെ പ്രാഥമികമായ ചികിത്സയ്ക്ക് എത്തുകയും ഒരു വനിതാ ഡോക്ടർ ഇയാളെ ചികിത്സിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചികിത്സ മതിയായില്ല എന്ന് ആരോപിച്ചാണ് ഈ ഡോക്ടറും ഇയാളും തമ്മിൽ ചെറിയ വാക്കേറ്റം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ വനിതാ ഡോക്ടറെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച്, അതായത് തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കണ്ടുകൊണ്ടാണ് ഡോക്ടർ സുസ്മിത് അവിടേക്ക് വരുന്നത്. ഈ ദൃശ്യങ്ങൾ, ഈ ഡോക്ടറെ ഈ യുവാവ് തെറി വിളിക്കുന്ന അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് വിളിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതാണ് ഈ രോഗിയെ, ഈ ചികിത്സ തേടിയെത്തിയ യുവാവിനെ കൂടുതൽ പ്രകോപിതനാക്കിയത്. അയാൾ ഈ ഡോക്ടർ സുസ്മിതിനെതിരെ തിരിയുകയും ഫോൺ വാങ്ങി നിലത്തെറിയുകയും കോളറിന് പിടിച്ചു വലിക്കുക, ഉന്തി നിലത്തിടാൻ ശ്രമിക്കുക തുടങ്ങിയ ആക്രമണ സ്വഭാവങ്ങളിലേക്കൊക്കെ മാറുകയും ചെയ്തു. അത് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. വളരെ മോശം പദങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഡോക്ടറെ ഇയാൾ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ഈ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആശുപത്രി അധികൃതർക്ക് നേരെയും ഇയാൾ ആക്രമണ സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. CCTV ദൃശ്യങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇയാൾ അവിടെ മദ്യപിച്ച് അപകടമുണ്ടായതിനു ശേഷം ചികിത്സയ്ക്ക് വന്നതാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരും ഈ ഡോക്ടർ സുസ്മിതും പറയുന്നത്. ഏതായാലും അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. ഏതായാലും പോലീസ് അന്വേഷിക്കേണ്ടതാണ്. നിലവിൽ ഈ ഡോക്ടർക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഡോക്ടർ ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം കോടഞ്ചേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഡോക്ടറുടെ മൊഴി എടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നിലവിൽ കോടഞ്ചേരി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഏതായാലും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ കുറവ് വരുന്നില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ഈ കോടഞ്ചേരിയിലെ ഹോളി ക്രൈസ്റ്റ് ആശുപത്രിയിൽ ഉണ്ടായ സംഭവം. ക്രിസ്റ്റീന, ശരി. വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നാണ്. മോദി ഗ്യാരണ്ടിക്ക് ബദലായി കേജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കേജ്രിവാൾ മുന്നോട്ട് വെച്ചത്. ചൈനയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ഭൂമി തിരിച്ചുപിടിക്കുമെന്നതടക്കമാണ് പ്രഖ്യാപനങ്ങൾ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന മോദി ഗ്യാരണ്ടി പാഴ്വാക്കായെന്ന് കേജ്രിവാൾ പരിഹസിച്ചു. सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे. उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए. देश में कोने कोने में, हर गांव में, हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा. शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे. वो उन्होंने नहीं कराए. हर साल 2 करोड़
रोजगार तैयार किए जाएंगे, वो उन्होंने नहीं किए। स्वामीनाथन रिपोर्ट लागू करके उसके हिसाब से किसानों को फसलों के दाम दिए जाएंगे। उन्होंने प्रधानमंत्री बनने के बाद इसको खारिज कर दिया कि मैं नहीं करूंगा। നരേന്ദ്രമോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് ആവർത്തിച്ച് അരവിന്ദ് കെജ്രിവാൾ. ബിജെപിയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിലെ നിയമം ബാധകമായില്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. उस नियम के आधार पे आडवाणी जी को रिटायर किया गया, मुरली मनोहर जोशी जी को रिटायर किया गया, सुमित्रा महाजन जी को रिटायर किया गया, यशवंत सिन्हा जी को रिटायर किया गया, रीता बहुगुणा जोशी जी को रिटायर किया गया, संतोष गंगवार जी को कई लोगों को रिटायर किया गया, यशवंत सिन्हा जी को रिटायर किया गया। उस जिस नियम में आडवाणी जी रिटायर हुए, मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दे। लेकिन വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർ അച്യുതനാണ്. അച്യുതൻ, ഈ 15 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്നതടക്കം മോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടന്നില്ല എന്ന കണക്കിന് പരിഹാസം. ബദലായി 10 അരവിന്ദ് കെജ്രിവാൾ ഗ്യാരണ്ടികൾ. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കി നൽകിയത് ഈ പറഞ്ഞ സൗജന്യ വൈദ്യുതി, അതുപോലെ തന്നെ ജലവിതരണം ഉൾപ്പെടെയുള്ള അന്നത്തെ വാഗ്ദാനങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ കേജ്രിവാളിന്റെ ഗ്യാരണ്ടിയായി ഉയർത്തിക്കൊണ്ടുവന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത്. കാരണം സൗജന്യ വൈദ്യുതി അത് രാജ്യത്തുടനീളം ഈ ദരിദ്രർക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ വൈദ്യുതി മുടങ്ങാതെ കൃത്യമായി നൽകാൻ ഉള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്നതാണ് കേജ്രിവാൾ പറഞ്ഞതിലെ ഒന്നാമതായി പറഞ്ഞ ഗ്യാരണ്ടി. രണ്ടാമതായിട്ട് വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം ഗ്രാമങ്ങൾ തോറും എത്തിക്കും. അതിനപ്പുറത്ത് ആരോഗ്യരംഗത്തേക്ക് വരുമ്പോൾ ഈ മൊഹല്ല ക്ലിനിക്ക് ഗ്രാമങ്ങൾ തോറും അത്തരം ആശുപത്രികളുടെ നിർമ്മാണം, അങ്ങനെ ആരോഗ്യരംഗം കൂടുതൽ വിപുലീകരിക്കും എന്നതും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം മറ്റൊന്ന്, ഈ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി, അത് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആ പദ്ധതി നിർത്തലാക്കും. പകരം നിലവിലുള്ള സൈനികർക്ക് ഈ അഗ്നിവീർ പദ്ധതിയുടെ ഭാഗമായി ജോലിയിൽ പ്രവേശിച്ച സൈനികരെ അവരെ സ്ഥിരപ്പെടുത്തുമെന്നതടക്കമുള്ള ഒരു വാഗ്ദാനങ്ങളാണ് കേജ്രിവാൾ നൽകിയിരിക്കുന്നത്. ഒപ്പം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്വാമിനാഥൻ കമ്മീഷൻ നടപ്പിലാക്കുന്നതടക്കമുള്ള മറ്റ് ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായിക്കൊണ്ടാണ്, അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് കേജ്രിവാൾ ഈ 10 ഗ്യാരണ്ടികൾ ഇന്ന് പാർട്ടി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. മറ്റൊന്ന്, ഈ BJPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഇന്നലെ BJPക്കകത്തെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ രംഗത്തെത്തിയിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ റിട്ടയർമെന്റ് സംബന്ധിച്ചുള്ള, മോദി പല മുതിർന്ന നേതാക്കളെയും ഈ മുതിർന്ന നേതാക്കളെ വിരമിപ്പിച്ചത് ഈ ഒരു റിട്ടയർമെന്റ് പോളിസി വച്ചുകൊണ്ടാണ്. എന്നാൽ ഈ മോദി ഇതുവരെ താൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. മറ്റ് നേതാക്കൾ പ്രതികരിക്കുമ്പോഴും അവർ യോഗി ആദിത്യനാഥിന്റെ കാര്യങ്ങളിൽ മറുപടി നൽകുന്നില്ല എന്നും കേജ്രിവാൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്വാനിക്ക് വേണ്ടിയാണ് നിയമം എങ്കിൽ അത് വ്യക്തമാക്കട്ടെ, അത് മോദിയാണ് വ്യക്തമാക്കാനുള്ളത്, പക്ഷേ അത് മോദി വ്യക്തമാക്കിയിട്ടുമില്ല എന്നടക്കമുള്ള ആരോപണങ്ങളും ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇതിനു ശേഷം 2 റോഡ് ഷോകൾ കൂടി കേജ്രിവാൾ പങ്കെടുക്കും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതനാണ്. പാലക്കാട് മണ്ണാർക്കാട് കോട്ടേപ്പാടത്ത് പനി ബാധിച്ച് 3 വയസ്സുകാരി മരിച്ചു. അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് മരിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, വിവരങ്ങൾ. കൃഷ്ണ, ഇന്ന് രാവിലെ 10:45 ഈ കുട്ടി വീട്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ മുതൽ ഈ കുഞ്ഞിനെ പനി ബാധിച്ചിരുന്നു എന്നുള്ളതാണ്, പനി ബാധിതയായിരുന്നു കുഞ്ഞ് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഉടനെ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ മരണ കാരണം എന്നുള്ള കാര്യം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകരടക്കം ആ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി ഇന്നലെ മുതൽ കുട്ടിക്ക് പനി ബാധിച്ചിരുന്നത് അത്ര ശക്തമായിരുന്നില്ല. അതാണ് ആശുപത്രിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിക്കാതിരുന്നത്. നമുക്കറിയാം, ജില്ലയിൽ വെസ്റ്റ് നൈൽ ബാധിച്ച ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് സ്വദേശി തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇത് ഏത് തരത്തിലുള്ള പനിയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത നിലവിൽ കൈവന്നിട്ടില്ല. എന്തായാലും ആരോഗ്യവകുപ്പ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ രക്ഷിതാക്കളിൽ നിന്നും അതോടൊപ്പം തന്നെ ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റ്യന, പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്.
മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചെന്ന് 2 പേർ മരിച്ചു. പോത്തുകൽ സ്വദേശി സക്കീർ, കാളികാവ് സ്വദേശി ജിഗിൻ എന്നിവരാണ് മരിച്ചത്. ഒരാഴ്ചക്കിടെ ജില്ലയിൽ മരണം 3 മഞ്ഞപ്പിത്ത ബാധ രൂക്ഷമായതോടെ മലപ്പുറത്ത് നാളെ യോഗം വിളിച്ചു. വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, വലിയ ആശങ്കയാണ് പ്രദേശവാസികൾക്കെന്ന് മനസ്സിലാക്കുന്നു. ഒരാഴ്ചയിൽ 3 മരണം, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് വ്യാപിക്കുന്നു. നാളെ ഒരു യോഗം ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയാകുക? അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, പ്രധാനമായിട്ടും ഈ രോഗം പടർന്നു പിടിക്കുന്ന ചാലിയാറിലും അതുപോലെ തന്നെ പോത്തുകല്ലിലുമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നിലവിലുള്ള ആശങ്ക അകറ്റുക, അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതലിടങ്ങളിൽ കൂടി ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. അതായത് ഒരാഴ്ചക്കിടെ 3ാമത്തെ മരണമാണ് ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിക്കുന്നത്. അതിൽ 2 പേർക്ക് ഇത്തരത്തിൽ കരളിനെ ബാധിച്ചിട്ടാണ് മരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അടിയന്തര യോഗം വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇത്തരത്തിൽ യോഗം വിളിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു മാസം, അതായത് ഈ മാസത്തിനിടെ 8ാമത്തെ മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3284 പേരിൽ രോഗലക്ഷണങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 1032 പേരിൽ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇതിൽ നിയന്ത്രണ വിധേയമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പിന്നീട് ഇതങ്ങോട്ട് നിയന്ത്രണമാവാതാവുകയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനി ഈ മഴക്കാലം കൂടി ആരംഭിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇതിനെ കൂടുതൽ ഒരു ജാഗ്രതയോടുകൂടി നോക്കിക്കാണണം എന്നൊരു മുന്നറിയിപ്പാണ് പ്രധാനമായിട്ടും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നാളെ ഒരു അടിയന്തര യോഗം ഈ രോഗം പടർന്നു പിടിക്കുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂര് മേഖലകളിലാണ്, അല്ലെങ്കിൽ മലയോര മേഖലകളിലാണ് പ്രധാനമായിട്ടും ഈ രോഗം പടർന്നു പിടിക്കുന്നത് എന്നുള്ളതാണ് ഭീതി ജനിപ്പിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ഈ മരിച്ച 2 പേരും ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ ആശുപത്രിയിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് 2 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 പേരുടെയും ബന്ധുക്കൾ, ഇന്ന് 2 പേർ മരിച്ചു. അതിൽ ഒരാളുടെ ബന്ധു, അച്ഛനും അതുപോലെ തന്നെ സഹോദരനും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇവർ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലാണ്. ചിലർ 1 മാസത്തിലധികം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് രോഗം മൂർച്ഛിച്ച മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലുടനീളം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ബോധവൽക്കരണം ഊർജിതമാക്കാനും ജില്ലാ ഭരണകൂടത്തിന്റെയും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, മലപ്പുറത്തെ മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന്. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളി കോൺഗ്രസും RMPയും. KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റ് മനസ്സിലാക്കി ഖേദപ്രകടനം നടത്തിയ KS ഹരിഹരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അധിക്ഷേപ പ്രസ്താവന പാർട്ടി നിലപാടിന് വിരുദ്ധമെന്നും ഹരിഹരൻ തെറ്റു മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്നും KK രമ പറഞ്ഞു. CPMന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ RMP നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് KS ഹരിഹരൻ പറഞ്ഞതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. തെറ്റുപറ്റിയാൽ അതിനെ ന്യായീകരിക്കാനാകില്ലെന്നും ഷാഫി പറഞ്ഞു. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല.
KS ഹരിഹരന്റെ പരാമർശം നിർഭാഗ്യകരമെന്നും പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ താനും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI വ്യക്തമാക്കി. ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസോ UDF ലീഗോ ആരും അംഗീകരിക്കുന്ന മാത്രമല്ല RMPയും അംഗീകരിക്കുന്നില്ല. അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു. അതിൽ തന്നെ നിർവാജ്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ പോസ്റ്ററിൽ ആ വിവാദം അവസാനിപ്പിക്കണം. ഒരിക്കൽ പോലും ഞങ്ങൾ ന്യായീകരിക്കുന്നതെന്ന് മാത്രമല്ല പാടില്ലാത്തതായിരുന്നു. മാത്രമല്ല അതിൻ്റെ സംഘാടകനായി ഞാൻ എടുത്തു പറയുന്നു, അതിലൂടെ ഏതെങ്കിലും സഹോദരരുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ സംഘാടക നിലക്ക് ഞാനും നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. ഒരിക്കലും പാടില്ലാത്തായിരുന്നു. വിവരങ്ങളുമായി മിഥില ബാലനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, ഇവിടെ വിവാദമായ ഒരു പരാമർശം, അതിനെ തള്ളി പാർട്ടിയും കോൺഗ്രസും രംഗത്തെത്തുന്നു. വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. DYFI നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. ഇതിനപ്പുറമായി ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ക്രിസ്റ്റീന, വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഇന്നലെ രാത്രി KS ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം. CPM വർഗീയതയ്ക്കെതിരെ ജനകീയ ക്യാമ്പയിൻ എന്ന രീതിയിൽ നടത്തിയ ഒരു പരിപാടിയിലായിരുന്നു ഇത്തരമൊരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. എന്നാൽ ഈ ഒരു പരാമർശം വിവാദമായി തൊട്ടു പിന്നാലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തി. എന്നാൽ ഈ ഖേദപ്രകടനത്തിലൂടെ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ സ്ത്രീവിരുദ്ധ പരാമർശം അവസാനിക്കുന്നില്ല. ഇന്ന് DYFI നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസും RMPയും ഈ ഒരു പരാമർശത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് ഇതെന്നാണ് RMP നേതാവ് KK രമ പ്രതികരിച്ചത്. ക്രിസ്റ്റീന ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ RMP ആണ് ഇനി ഇതിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. കാരണം RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അല്പസമയം മുമ്പ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഈ വിഷയം അവരുടെ പാർട്ടി ചർച്ച ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. കൃത്യമായും KK രമയുമായി സംസാരിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഈ ഒരു വിഷയം RMP ചർച്ച ചെയ്യും. ഈ KS ഹരിഹരനെതിരെ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ അവർ യോഗം ചേർന്ന് തീരുമാനിക്കും. തെറ്റ് മനസ്സിലായതുകൊണ്ടാണ് ഹരിഹരന്റെ ഭാഗത്തുനിന്നും ഖേദപ്രകടനം ഉണ്ടായത് എന്ന് KK രമ പറയുന്നു. പിന്നീട് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ നേരിട്ട് പങ്കുള്ള 2 പ്രതികൾ കൂടി പിടിയിൽ. അഖിൽ എന്ന അപ്പു, വിനീത് രാജ് എന്നിവരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. മർദ്ദനമേറ്റ് റോഡിൽ വീണ അഖിലിന്റെ ദേഹത്തേക്ക് കല്ലെടുത്തിട്ടത് വിനീത് രാജാണ്. കൊലയാളി സംഘമെത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ അനീഷ് നേരത്തെ പിടിയിലായിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുൾപ്പെടെ അറസ്റ്റിലായവരുടെ എണ്ണം 6ആയി. 2019 അനന്തു വധക്കേസിൽ ഉൾപ്പെട്ടവരാണ് 2 പ്രതികൾ. അനന്തു വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷ നൽകും. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, 2019 ഒരു വധക്കേസ്, അതിലെ പ്രതികൾ അവർ പുറത്തിറങ്ങി വിഹരിക്കുന്നു, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്യുന്നു എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇനിയിപ്പോൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. മാത്രവുമല്ല, ഗൂഢാലോചന നടത്തിയവരും പിടിയിലായിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് 4 പേരാണ്. ഈ 4 പേരിൽ 3 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സുമേഷ് എന്ന് പറയുന്ന മുഖ്യപ്രതിയെ കൂടിയാണ് പിടികൂടാൻ ഉള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഖ്യപ്രതി അഖിൽ എന്ന അപ്പുവിനെ പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നായിരുന്നു പ്രതിയെ പിടികൂടിയത്. പിന്നാലെ 2ാം പ്രതി, ആ മുഖ്യപ്രതികളിൽ മറ്റൊരാളായ വിനീത് രാജിനെ തിരുവനന്തപുരം ചെങ്കൽച്ചുള്ളയിൽ നിന്ന് പോലീസ് പിടികൂടി. ഈ വാഹനം ഓടിച്ചിരുന്ന, പ്രതികളെത്തിയ വാഹനം ഓടിച്ചിരുന്ന അനീഷ് എന്ന് പറയുന്ന പ്രതിയെ ഇന്നലെ ബാലരാമപുരത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത്. അങ്ങനെയാണ് 3 മുഖ്യപ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇനി സുമേഷ് എന്ന് പറയുന്ന ഒരു പ്രതി കൂടിയാണ് പിടികൂടാനുള്ളത്. മറ്റ് 3 പ്രതികൾ ഗൂഢാലോചന നടത്തിയവരും പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കിയവരുമാണ്. അങ്ങനെ നിലവിൽ പ്രതിപട്ടികയിൽ 6 പേരാണ് ഉള്ളത്. 2019 അനന്തു വധക്കേസിലെ പ്രതികളും ഈ പ്രതിപട്ടികയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ 2019 അനന്തു വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ റദ്ദാക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. അന്നും സമാനമായ രീതിയിലുള്ള ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പ്രതികൾ കൊലപാതകം ആവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ് പ്രതികൾ കൊലപാതകം നടത്തിയത്. 2 ആഴ്ചയോളം കൊല്ലപ്പെട്ട അഖിലിനെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. പിന്നീട് അഖിൽ വീട്ടിലുള്ളപ്പോൾ വിളിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അവസാനം പിടിയിലായ വിനീത് രാജാണ്
ക്രൂരമായി മർദ്ദിച്ചത്. ഈ കല്ല് ഉൾപ്പെടെ അഖിലിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതും ഇപ്പോൾ പിടിയിലായ വിനീത് രാജാണ്. ഇനി സുമേഷ് എന്ന് പറയുന്ന വ്യക്തി കൂടി പിടിയിലാകുന്നതോടെ മുഴുവൻ പ്രതികളെയും പിടികൂടാൻ കഴിയും. എന്തായാലും കേരളത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എത്രയും വേഗം പ്രതികളെ പിടികൂടുമെന്നതാണ് പോലീസ് നൽകുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. ഇനിയൊരു ഇടവേള. കൂടുതൽ വാർത്തകളിലേക്ക്. വേനൽ മഴ സാധ്യത കണക്കിലെടുത്ത 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ 2 ജില്ലകളിലും മറ്റന്നാൾ 3 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് ചേരുന്നത്. അഖിൽ, എന്തായാലും ഈ വേനൽ മഴ ലഭിക്കുന്നു എന്നുള്ളത് ഒരാശ്വാസമാണ് കടുത്ത ചൂടിന്. നമ്മുടെ ഒരു പ്രേക്ഷകൻ കമന്റ് രൂപത്തിൽ ചോദിക്കുന്നുണ്ട്, രാത്രി കൽപ്പറ്റയിൽ നിന്ന് എറണാകുളത്തേക്ക് ബൈക്ക് യാത്രയുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ക്രിസ്റ്റിന, ശക്തമായ വേനൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത തന്നെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ നൽകുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. വരുന്ന 5 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ഉണ്ടാകും. വിവിധ ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ 5 ജില്ലകളാണ് പ്രധാനമായും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഉച്ചയ്ക്ക് ശേഷം, അത് രാത്രികാലങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യാനും അതോടൊപ്പം തന്നെ ഈ 40 കിലോമീറ്റർ വരെയുള്ള കാറ്റ് വീശാനും ഒപ്പം ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. 13, അതായത് നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാപകമായ ഒരു വേനൽ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പ്രത്യേക കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വേനൽ സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേനലുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി തന്നെ പാലിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പുറത്തിറങ്ങി ജോലിയെടുക്കുന്നവരുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് വേണം ചെയ്യേണ്ടതെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഏറ്റവും പുതിയ കാലാവസ്ഥാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന്. പാലക്കാട് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികം മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം സ്വദേശി അബ്ദുൽ കരീമാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. അബ്ദുൽ കരീമിന്റെ പറമ്പിൽ വെച്ച് ഷോക്കേറ്റ് വയോധികയായ കല്യാണി മരിച്ചിരുന്നു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, ദാരുണമായ ഒരു സംഭവമായിരുന്നു, അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ. കൃഷ്ണ, ജനുവരി 23-നാണ് 78-കാരിയായിട്ടുള്ള കല്യാണി ഈ അബ്ദുൾ കരീമിന്റെ പറമ്പിൽ വെച്ച് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് വൈദ്യുതാഘാതമേറ്റുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അന്ന് തന്നെ ഒരു ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവികതയും ഈ വിഷയത്തിൽ പോലീസിന് അനുഭവപ്പെട്ടിരുന്നില്ല. പിന്നീട് ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റാണ് അവരുടെ മരണമെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കാട്ടുപന്നിയെ പിടികൂടുന്നതിന് വേണ്ടി വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇവർ മരിച്ചത് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഏറെക്കാലം ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അബ്ദുൾ കരീമിന്റെ പറമ്പിൽ വെച്ചാണ് ഈ കല്യാണിക്ക് ഷോക്കേൽക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് ഈ പ്രതി അബ്ദുൾ കരീമിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടത്തിയ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കെണിയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിൽ തുടർച്ചയായി പാലക്കാട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കാൻ കർഷകർ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം വൈദ്യുതി വേലികളിൽ നിന്ന് ഷോക്കേറ്റ് നിരവധി ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കല്യാണിയുടെ മരണവും ഉണ്ടാകുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ആരും തന്നെ ഇത് ഇത്തരത്തിലുള്ളൊരു മരണമാണ് എന്ന് കരുതിയിരുന്നില്ല. എന്തായാലും ഈ പ്രതിക്കെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൃഷ്ണ. ശരി, പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്. കണ്ണൂർ പിണറായിയിൽ അങ്കണവാടിയിൽ നിന്ന് തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റ സംഭവത്തിൽ പോലീസും ബാലാവകാശ കമ്മീഷനും കേസെടുത്തു. അങ്കണവാടി ഹെൽപ്പർ കോളാട് സ്വദേശി വി ഷീബയ്ക്കെതിരെയാണ് കേസെടുത്തത്. അങ്കണവാടി ജീവനക്കാർക്ക് ശ്രദ്ധക്കുറവ് സംഭവിച്ചുവെന്നാണ് ശിശു വികസന പദ്ധതി ഓഫീസറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ കുട്ടി. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ പരിക്കേറ്റ കുഞ്ഞിന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ക്രിസ്റ്റീന, കണ്ണൂർ പിണറായിലെ അങ്കണവാടിയിൽ വെച്ചാണ് തിളച്ച പാൽ കുടിച്ചതിനെ തുടർന്ന് 5 വയസ്സുകാരന് ഗുരുതരമായി പൊള്ളലേറ്റത്. നാവിനും വായ്ക്കകത്തും ചുണ്ടിനുമൊക്കെ പരിക്കേറ്റിരുന്നു.
ഇക്കാര്യത്തിൽ അങ്കണവാടി ജീവനക്കാർക്ക് പ്രാഥമികമായി തന്നെ വീഴ്ച പറ്റി എന്നാണ് പോലീസിന്റെയും ഒപ്പം ശിശുവികസന പദ്ധതി ഓഫീസറുടെയും കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അങ്കണവാടിയിലെ ആയയായ കോളാട് സ്വദേശി വി ഷീബയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അതായത് ഇവർ പറയുന്നത്, ജീവനക്കാർ പറയുന്നത് ബോധപൂർവം ചെയ്തതല്ല, അബദ്ധത്തിൽ സംഭവിച്ചതാണ്, ഇതൊരു പിഴവാണ് എന്നതാണ്. അതേസമയം ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു പൊള്ളലേറ്റു, പക്ഷേ പിന്നീട് പോലും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചില്ല, പകരം കുറച്ച് വൈകിയാണ് വീട്ടുകാരെ അറിയിച്ചത്. അവർ വന്നതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഗുരുതരമായ പരിക്കായിരുന്നു എന്നതാണ് ഈ വിഷയത്തിൽ കുടുംബാംഗങ്ങളും പറയുന്നത്. ഇക്കാര്യത്തിൽ കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. ആദ്യം പിണറായി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഗുരുതരമായി പൊള്ളലേറ്റു എന്ന് ഇതിനകം ഡോക്ടർമാർ തന്നെയും വ്യക്തമാക്കിയതാണ്. ഇതിന് ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ തിളച്ച പാൽ ഗ്ലാസ്സിലേക്ക് പകർന്നു വെക്കുകയും അത് കുട്ടി കുടിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ തന്നെ പ്രാഥമികമായി അവർക്ക് വീഴ്ച പറ്റി എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ശരി, കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. പാലക്കാട് വടക്കഞ്ചേരി ഹനഫി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിപിടിയിൽ തൃശൂർ ഒല്ലൂർ സ്വദേശി നവീനാണ് പോലീസിന്റെ പിടിയിലായത്. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്തിയതും ഇപ്പോൾ പ്രതി പിടിയിലായതും? തീർച്ചയായിട്ടും ക്രിസ്റ്റീന, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഹനഫി പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പള്ളി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഈ CCTV ദൃശ്യങ്ങളും അവർ കൈമാറിയിരുന്നു. ആ CCTVയിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട്, ഒരു യുവാവ് ഒറ്റയ്ക്കൊരു കാറിൽ വരുന്നു, ഈ ഭണ്ഡാരം തകർക്കുന്നു, അതിൽ നിന്ന് പണം കവരുന്നു, ആ തരത്തിൽ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായത്. തൃശൂർ ഒല്ലൂർ പെരുവൻകുളങ്ങര സ്വദേശിയായിട്ടുള്ള 25 വയസ്സുകാരൻ നവീനാണ് പിടിയിലായത്. ഈ പ്രതിയുടെ പേരിൽ 10ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒല്ലൂർ, പുതുക്കാട്, കൊടകര, മണ്ണുത്തി സ്റ്റേഷനുകളിലായി ഈ പ്രതിക്കെതിരെ 10ഓളം മോഷണ കേസുകളുണ്ട്. ഇത്തരത്തിൽ മോഷണം നടത്തി ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഈ പ്രതിയുടെ രീതി. തനിച്ച് തന്നെയാണ് മോഷണം നടത്തുന്നത്. കേവലം 25 വയസ്സ് മാത്രമാണ് പ്രായം. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ഈ മേഖലയിൽ തന്നെ സമാനമായ രീതിയിലുള്ള മറ്റു ചില മോഷണങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. അത് ഈ പ്രതി തന്നെയാണോ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റ് കേസുകളിലും പ്രതി നടത്തിയിട്ടുള്ള മറ്റ് മോഷണങ്ങളുടെയും ചുരുൾ ഇപ്പോൾ പിടിയിലായതിലൂടെ അഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ്. കുട്ടനാടിന് പിന്നാലെ പത്തനംതിട്ട തിരുവല്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നിരണത്തെ സർക്കാർ ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുൻപ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്നാണ് പുറത്തുവന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്തെ, ആ മേഖലകളിലൊക്കെ ഈ താറാവ് കർഷകർ ഏറെ ഉള്ള ഒരു മേഖലയാണ്. ഈ വരുന്ന പരിശോധനാ ഫലം ഏത് രീതിയിലാണ് ഇനി കണക്കാക്കപ്പെടുക? എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? ക്രിസ്റ്റീന, ആദ്യമായി പറയട്ടെ, ഈ സർക്കാർ ഡക്ക് ഫാം അത് ഏതാണ്ട് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അവിടെ അവർ കൃത്യമായി ചുറ്റുമതിലൊക്കെ കെട്ടി തന്നെയാണ് ആ താറാവുകളെ വളർത്തുന്നത്. അതുകൊണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഈ മാസം 7-ന്, ഈ മെയ് 7-ന് ഇത്തരത്തിൽ സ്ഥിരീകരിക്കുന്നത് പക്ഷികൾ കൂട്ടത്തോടെ ചാവുന്നത്, ഈ താറാവുകൾ കൂട്ടത്തോടെ ചാവുന്നത്. സ്വാഭാവികമായി ഇന്നാണ് പരിശോധനാ ഫലം വരുന്നത്. പോസിറ്റീവാണ്. ചില താറാവുകൾക്ക് പക്ഷിപ്പനി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നു. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം വന്നപ്പോൾ തന്നെ കളക്ടർ ഒരു അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്നലെ ഒരു ജാഗ്രതാ സമിതിയൊക്കെ അവിടെ ആ മേഖലയിൽ ചേർന്നിരുന്നു. എന്തായാലും പഞ്ചായത്ത് അംഗത്തിന്റെ അടക്കം പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ സർക്കാർ ഫാമിലെ മാത്രം താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയാൽ മതിയാകുമെന്നൊരു പ്രാഥമികമായ വിവരമാണ് നൽകുന്നത്. എന്തായാലും കളക്ടറുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ഔദ്യോഗിക കാര്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. അടിയന്തരമായി തന്നെ ഇന്ന് രാത്രിയോടുകൂടി പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അദ്ദേഹം മടങ്ങിയെത്തും. അതിനുശേഷം മറ്റു നടപടിക്രമങ്ങൾ, നാളെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. കള്ളിങ്ങടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് നാളെയായിരിക്കും കടക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെ സർക്കാർ ഫാമിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി BJP MP ഭദോഹി MP രമേശ് ബിന്ദിനെയാണ് സമാജ്വാദി പാർട്ടി മിർസാപൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, വിശദാംശങ്ങൾ.
ക്രിസ്റ്റീന, BJPക്ക് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന മിർസാപൂരിൽ BJP MP ആയ രമേശ് ബിന്ദിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രമേശ് ബിന്ദിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു. മിർസാപൂർ ജില്ലയിലെ ബദോഹി മണ്ഡലത്തിലെ BJP MP ആണ് രമേശ് ബിന്ദ്. എന്നാൽ രമേശ് ബിന്ദ് ഇത്തവണ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വലിയ അതൃപ്തിയിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മിർസാപൂർ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി രമേശ് ബിന്ദിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നിഷാദ് പാർട്ടി, അതായത് BJPയുടെ സഖ്യകക്ഷിയെ നിഷാദ് പാർട്ടിയിലെ MLA ആണ് ഇത്തവണ BJP ബദോഹി മണ്ഡലത്തിൽ പരിഗണിച്ചത്. ഇതിനെ തുടർന്നാണ് രമേശ് ബിന്ദിന് അവിടെ സീറ്റ് നിഷേധിക്കുകയും പിന്നീട് വലിയ അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നത്. നിതിൻ, അതുപോലെ മറ്റൊരു വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. കഴിഞ്ഞിടയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അവർ കാത്തുനിന്ന് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു. ഈ സംഭവം എന്താണ്? ഈ അമിത്ഷായുടെയും പ്രധാനമന്ത്രിയുടെയും ഒന്നും ഹെലികോപ്റ്റർ പരിശോധിക്കുന്നില്ലല്ലോ എന്നൊക്കെ കോൺഗ്രസ് ചോദിക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ ബീഹാറിലെ സമസ്തിപൂരിലാണ് സംഭവം ഉണ്ടായത്. ബീഹാറിലെ സമസ്തിപൂരിൽ മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കുന്ന ഈ പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഈ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ബീഹാർ പോലീസും പരിശോധന നടത്തിയത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററും സമാനമായ നിലയിൽ തന്നെ പരിശോധന നടത്തിയിരുന്നു. അതിന് മുൻപ് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ ഹെലികോപ്റ്ററും സമാനമായ നിലയിൽ തന്നെ ഒരു പരിശോധന നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ സംശയത്തിന്റെ നിഴലിലാക്കുന്ന ഒരു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നീക്കമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മല്ലികാർജ്ജുൻ ഖർഗെ ഈ പോളിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്ക് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊമ്പ് കോർക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും NDA നേതാക്കൾ ഇത്തരത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ NDA നേതാക്കളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്താതെ പ്രതിപക്ഷ നേതാക്കളെ മാത്രം ഒരു സംശയത്തിന് നിലയിൽ നിർത്താനുള്ള നീക്കമായിട്ടാണ് ഇതിനെ ഇപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ സൂചിപ്പിച്ച് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. LDFന്റെ രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചു കേരള കോൺഗ്രസ് എം. ജൂണിൽ ഒഴിവ് വരുന്ന സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് രാജ്യസഭാ അംഗത്വം കിട്ടി LDFന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPIയുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസ് അർഹതപ്പെട്ട, നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഇത് തങ്ങളുടെ അവകാശമാണ്, ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ള അവകാശം. അതേപോലെ തന്നെ CPIക്ക് കഴിഞ്ഞ തവണ സീറ്റ് നൽകിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തവണ അത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇടതുമുന്നണി ഇതിനെ പരിഗണിക്കുക? മുന്നണി ബന്ധങ്ങളിൽ പോലും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ആവശ്യമാണല്ലോ ഇത്. സ്മിത, തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ LDFന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുക ഇതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന നിലയ്ക്ക് ഒരു മുഴം മുന്നേ തന്നെ കേരള കോൺഗ്രസ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അവർ പറയുന്നത് ജോസ് കെ മാണിക്കാണ് ഈ ഒരു സീറ്റ് ലഭിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ ടേമാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് ലഭിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ മൊത്തം 3 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. അതിൽ 2 എണ്ണത്തിൽ LDFന് വിജയിപ്പിക്കാൻ സാധിക്കും സ്ഥാനാർത്ഥികളെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒരു സീറ്റ്, ആ 2 സീറ്റിൽ ഒരു സീറ്റ് CPM മത്സരിക്കാനുള്ള സാധ്യതയാണ്. ബാക്കി വരുന്ന 2 സീറ്റ് ബിനോയ് വിശ്വം, എളമരം കരീം, അതുപോലെ തന്നെ ജോസ് കെ മാണി, 3 പേരാണ് ഒഴിയുന്നത്. ബിനോയ് വിശ്വം ഒഴിയുന്നത് കൊണ്ട് തന്നെ അതിൽ CPI ഒരു ക്ലെയിം ഉന്നയിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിനോടകം തന്നെ അത് തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റാണെന്ന് ചില നേതാക്കളൊക്കെ നമ്മളോട് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ CPIയും കേരള കോൺഗ്രസും ഒരുപോലെ ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് LDFന് മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം LDF-ലെ രണ്ടാമൻ ആര് എന്നുള്ളൊരു ചോദ്യം ഈ രണ്ട് പാർട്ടികൾക്കിടയിൽ നിൽക്കുന്നുണ്ട്. ഇരു കൂട്ടരും തങ്ങളാണ് രണ്ടാമത്തെ പാർട്ടി, ശക്തരായ പാർട്ടി എന്നുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ രണ്ട് പാർട്ടികളും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നാളെ ചേരുന്ന കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇത് തീരുമാനിക്കാനും ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാനും അത് LDF-നെ അറിയിക്കാനുള്ള ഒരു നിലപാടിലേക്ക് കേരള കോൺഗ്രസ് പോകും. അതിനുശേഷമായിരിക്കും വരുന്ന LDF-ൽ ഇക്കാര്യം ഉന്നയിക്കുക. എന്തായാലും ഈ ഒരു സീറ്റിനു വേണ്ടി ശക്തമായി വാദിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ്. വിശദാംശങ്ങൾ നൽകിയത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് നോട്ടീസ് നൽകിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് ജോയിന്റ് കൌൺസിൽ. സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സ നിഷേധിച്ച കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗമാണ്. നിരന്തരം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്ന് ജോയിന്റ് കൌൺസിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ ചില പരാമർശങ്ങൾ അത് വിവാദമാകുന്നു. ഇപ്പോൾ ഈ കാര്യത്തിൽ ജോയിന്റ് കൗൺസിലിന്റെ ഒരു വിശദീകരണം വരുന്നു. ഇനി ഏത് രീതിയിലായിരിക്കും ഇതിൽ മുന്നോട്ടുള്ള പോക്ക്? അതായത് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനാണ് ജോയിന്റ് കൗൺസിലിന്റെ നിലവിലെ തീരുമാനം. കളക്ടർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ജോയിന്റ് കൗൺസിൽ പ്രസ്താവനയിലൂടെ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സ നിഷേധിച്ച കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗം എന്നാണ് അവരുടെ പ്രസ്താവനയിൽ പറയുന്നത്. ഒപ്പം തന്നെ സർക്കാരിന് കളക്ടർ അപമതിപ്പുണ്ടാക്കി. ഈ വിഷയത്തിൽ കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടത്. ഈ സർവീസ് സംഘടനകളുടെ അവകാശങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന നിലപാടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നതെന്നും പറയുന്നു. ഇത്തരം രാജവാഴ്ചയിലേക്ക് തിരിച്ചു പോകുന്ന ഇത്തരം സമീപനങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകളിലും ജോയിന്റ് കൗൺസിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ജയചന്ദ്രൻ കല്ലിങ്കലിന് നാളെ ലഭിച്ചേക്കും. ഈ നോട്ടീസ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം കൃത്യമായി വിശദീകരണം നൽകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്തായാലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ജോയിന്റ് കൗൺസിലിന്റെയും തീരുമാനം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. മറ്റ് സർവീസ് സംഘടനകൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധമാണുള്ളത്. ക്രിസ്റ്റീന, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് AV ജയശങ്കറാണ്. ഝാർഖണ്ഡിൽ മന്ത്രി അലംഗീർ ആലത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. അലംഗീറിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം 30 കോടി രൂപയിലേറെ പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ്. നിതിൻ, പലപ്പോഴും ഒരു രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരും BJP-യും കോൺഗ്രസ് നേതാക്കളെ അവരുടെ പിന്നാലെയാണ് ED-യെയും IT-യെയും ഒക്കെ വിടുന്നു എന്ന് പറയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇയാളുടെ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി സഞ്ജീവ് ലാലിനെ അറസ്റ്റ് ചെയ്യുകയും 32 കോടിയിലേറെ രൂപ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ. ക്രിസ്റ്റീന, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് തന്നെ ED പുറത്തുവിട്ട വീഡിയോ കണ്ടിരുന്നു. നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു ED പുറത്തുവിട്ടത്. ഏതാണ്ട് 2 ദിവസം എടുത്താണ് ഈ 32 കോടി രൂപ ED എണ്ണി തിട്ടപ്പെടുത്തിയത്. എന്തായാലും വലിയ വിവാദമായിരുന്നു ജാർഖണ്ഡിലടക്കം. നിലവിലിപ്പോൾ ജാർഖണ്ഡിലെ ഗ്രാമവികസന മന്ത്രിയായ ആലംഗീർ ആലത്തെ ED ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ റാഞ്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ആലംഗീർ ആലം കോൺഗ്രസ് നേതാവാണ്. ഈ ഒരു സംഭവത്തിൽ കോൺഗ്രസ് ആലംഗീർ ആലത്തെ തള്ളിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം എന്തായാലും ആലംഗീർ ആലത്തോട് പാർട്ടി ചോദിച്ചിട്ടുണ്ട്. ഗ്രാമവികസന വകുപ്പിലെ വിവിധ കരാറുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചാണ് ED അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം റെയ്ഡ് നടക്കുകയും ഏതാണ്ട് 32 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തത്. 30 കോടി രൂപ ഒരു ഫ്ളാറ്റിൽ നിന്നും 2 കോടി രൂപ മറ്റൊരു ഫ്ളാറ്റിൽ നിന്നും പിടിച്ചെടുത്തു. ഇതിന്റെ ഭാഗമായി തന്നെ 2 പേരെ ED അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിനായി ആലംഗീർ ആലത്തോട് മറ്റന്നാൾ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജയത്തും നമസ്കാരം.